ലോകത്ത് ലീഡർമാർ പലരുണ്ടെങ്കിലും കേരളത്തിന് ഒരേ ഒരു ലീഡറേ ഉള്ളൂ. അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ സാക്ഷാൽ കെ കരുണാകരനാണ് കേരളത്തിന്റെ ലീഡർ. വെറും 9 പേരുമായി പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയെ കേരളത്തിന്റെ അധികാരത്തിലെത്തിച്ച രാഷ്ട്രീയ ചാണക്യനാണ് കെ കരുണാകരൻ. 1967 നിയമസഭയിൽ കോൺഗ്രസ് വെറും 9 അംഗങ്ങളായി ചുരുങ്ങിയ കാലത്താണ് കെ കരുണാകരൻ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവാകുന്നത്. അന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന് ചുരുക്കം. വിശ്വസനീയമായ ശക്തി കേന്ദ്രമായി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ പുനർനിർമ്മിച്ചു. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. കേരളത്തിലും പാർട്ടി ഇല്ലാതാകുമെന്ന് പലരും കണക്ക് കൂട്ടി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ അസാധ്യമായ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം കോൺഗ്രസിന് കേരളത്തിൽ പുനർജീവൻ നൽകി. ഇന്നും കേരളത്തിലെ കോൺഗ്രസ് ജ്വലിച്ചു നിൽക്കുന്നത് കെ കരുണാകരൻ കൊളുത്തിയ ജ്വാലയിലാണ്. കേരളത്തിലെ സമാനതകളില്ലാത്ത ആ നേതാവിന്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? കണ്ണൂരിലെ ചിറക്കൽ കോവിലകത്തിന് സമീപമുള്ള കണ്ണോത്ത് തറവാട്ടിലാണ് കെ കരുണാകരന്റെ ജനനം. 1918 ജൂലൈ 5 മിഥുനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തെക്കേടത്ത് രാമുണ്ണിമാരാരുടെയും കണ്ണോത്ത് കല്യാണി അമ്മയുടെയും മകനായി ജനിച്ച കണ്ണോത്ത് കരുണാകര മാരാർ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ തന്റെ പേരിലെ ജാതിവാൽ ഉപേക്ഷിച്ചിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ജന്മനാ ലഭിച്ച ചിത്രകല അഭിരുചിയിൽ തുടർ പഠനത്തിനായാണ് അദ്ദേഹം തൃശൂർ ആർട്സ് സ്കൂളിലെത്തിയത്. എന്നാൽ തൃശൂർ അദ്ദേഹത്തിന് പിന്നീട് സ്വന്തം നാടായി മാറുകയായിരുന്നു. ജന്മസിദ്ധമായി തനിക്ക് ലഭിച്ച ചിത്രരചന നടത്തിയത് രാഷ്ട്രീയത്തിലായിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ കൈകളിലൂടെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പിന്നീട് കേരളത്തിൽ രൂപപ്പെട്ടത്. ദിവാൻ ഭരണത്തിനെതിരെ കോൺഗ്രസ് അനുഭാവികളായ ചെറുപ്പക്കാർ പ്രജാമണ്ഡലം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ കരുണാകരൻ അതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1942 മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹവും അതിൽ പങ്കാളിയായി. പോലീസ് മർദ്ദനവും തുടർന്ന് ജയിൽവാസവും അനുഭവിച്ചു. പിന്നീടാണ് അദ്ദേഹം തൊഴിലാളി സംഘടനാ രംഗത്തേക്ക് എത്തിയത്. ആ രംഗത്ത് വളർത്തിയെടുത്ത സംഘടനാ പ്രതിഭയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ തിരുക്കൊച്ചി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തിച്ചതും. തൃശൂർ നഗരസഭാ കൗൺസിലറായും പിന്നീട് കൊച്ചി നിയമസഭാ അംഗമായി മാറ്റിയതുമെല്ലാം അതുതന്നെയാണ്. അതിനിടെ അവിശ്വാസിയായ കെ കരുണാകരൻ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായി മാറുന്നതും ഈ നാട് കണ്ടു. എല്ലാ മലയാള മാസം 1-ാം തീയതിയും അദ്ദേഹം ഗുരുവായൂരിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു മടങ്ങി. കേരള പിറവിക്ക് ശേഷം നടന്ന 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും തോറ്റു. 1965 മാളയിൽ നിന്ന് വിജയിച്ച ശേഷം തുടർച്ചയായി 8 തവണ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. പിന്നീട് പാർലമെന്റിലേക്ക് പോകുന്നത് വരെ മാളയുടെ മാണിക്യമായി അദ്ദേഹം മാറുകയായിരുന്നു. 3 തവണ രാജ്യസഭയിലും 2 തവണ ലോക്സഭയിലും അംഗമായി. കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന PT ചാക്കോയുടെ മരണശേഷമുണ്ടായ പിളർപ്പോടെ കോൺഗ്രസ് നന്നെ ശോഷിച്ചുപോയി. 1967 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു അംബാസിഡർ കാറിൽ യാത്ര ചെയ്യാവുന്ന അംഗബലം മാത്രമേ നിയമസഭയിൽ കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് സഭയ്ക്കുള്ളിലും പുറത്തും കോൺഗ്രസിനെ നയിച്ചത് അദ്ദേഹമായിരുന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സപ്തകക്ഷി മുന്നണിയുടെ പരാജയങ്ങൾ അദ്ദേഹം കോൺഗ്രസിന്റെ നേട്ടമാക്കി മാറ്റി. 1970 തെരഞ്ഞെടുപ്പോടെ യുവനിരയെ ഉൾപ്പെടുത്തി കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ തിരിച്ചുകൊണ്ടുവരാനും ഐക്യമുന്നണി സംവിധാനത്തിന് അടിത്തറയിടാനും അദ്ദേഹത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന പല യുവ നേതാക്കളും പിന്നീട് അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കണ്ടു. കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ചിത്രം അദ്ദേഹം മാറ്റിവരച്ചു. ജനാധിപത്യ ചേരിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യഥാർത്ഥ ശില്പിയായി കരുണാകരൻ മാറി. 1978 കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പിന്റെ സമുന്നതനായ സ്ഥാപക നേതാവായിരുന്നു കെ കരുണാകരൻ. C അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ ശക്തനായ ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ അസാമാന്യമായ ഭരണ നൈപുണ്യവും രാഷ്ട്രീയ തന്ത്രജ്ഞതയും അദ്ദേഹം കാഴ്ചവെച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ ആക്രമണം നടത്തിക്കൊണ്ട് കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ച നക്സലേറ്റ് പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിയാൻ അദ്ദേഹം നേതൃത്വം നൽകി. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അത്യുത്സാഹത്താലുണ്ടായ രാജൻ കേസ് ഒഴിച്ചു നിർത്തിയാൽ അടിയന്തരാവസ്ഥയുടെ ദൂഷ്യവശങ്ങൾ ഒഴിവാക്കി ആഭ്യന്തര വകുപ്പിനെ ജനോപകാരപ്രദമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. അദ്ദേഹം കണ്ടെത്തി നിയമിച്ച ശിങ്കാരവേലു എന്ന IG-യിലൂടെയാണ് പോലീസിനെ ജനകീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. പോലീസ് സ്റ്റേഷനുകളിലേക്ക് കടന്നു ചെല്ലാൻ മാത്രമല്ല, ഫോൺ ചെയ്യാൻ പോലും സാധാരണക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്റ്റേഷനിലേക്ക് ആര് ഫോൺ ചെയ്താലും ഫോൺ എടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരും നമ്പരും പറയുന്നതിനോടൊപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് എന്നിവ അവസരോചിതമായി പറയണമെന്ന് നിർബന്ധമാക്കി.
ഇന്ത്യയുടെ പോലീസ് ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ മാറ്റമായിരുന്നു അത്. ജനങ്ങളോട് മാന്യമായും മര്യാദയോടും കൂടി പെരുമാറണമെന്നത് ശക്തമായി നടപ്പാക്കി. ഒന്നിൽ കൂടുതൽ ആളുകളുമായി സൈക്കിളിൽ യാത്ര ചെയ്താൽ പെറ്റിയടിക്കുന്ന സമ്പ്രദായം 70കളിൽ തന്നെ അദ്ദേഹം നിർത്തലാക്കിച്ചു. ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന് തന്നെയായിരുന്നു സിനിമ ഉൾപ്പെടെയുള്ള സാംസ്കാരിക വകുപ്പിന്റെയും ചുമതല. മലയാള സിനിമാ നിർമ്മാണം ആ കാലഘട്ടത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മദ്രാസിലായിരുന്നു. അവിടെ നിന്ന് മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടേണ്ടതിന്റെ ആവശ്യകത ചലച്ചിത്ര ലോകത്തെ പ്രഗത്ഭരായിരുന്ന രാമു കാര്യാട്ട്, പി ഭാസ്കരൻ, തോപ്പിൽ ഭാസി എന്നിവർ കരുണാകരനെ കണ്ട് സംസാരിച്ചു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കരുണാകരനാണ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ നടപടിയെടുത്തത്. അന്നത് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ പൊതുമേഖലയിൽ രൂപീകരിക്കുന്ന ആദ്യ ഫിലിം കോർപ്പറേഷനായിരുന്നു അത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായും അദ്ദേഹം നിരവധി നടപടികൾ കൈക്കൊണ്ടു. 4 തവണ മുഖ്യമന്ത്രിയും 1 തവണ കേന്ദ്രമന്ത്രിയുമായ കരുണാകരൻ ഭരണാധികാരി എന്ന നിലയിൽ സംസ്ഥാന വികസനത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അസാധ്യമെന്ന് തോന്നുന്ന പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിൽ വൈദഗ്ധ്യമുള്ള നേതാവായിരുന്നു അദ്ദേഹം. അതിൻ്റെ തെളിമയാർന്ന ഉദാഹരണമാണ് നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളം. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിപ്പിക്കുന്ന PPP എന്ന ആശയം ഇന്ത്യയിൽ തന്നെ നിലവിലില്ലാതിരുന്ന അവസരത്തിലാണ് പൊതു സ്വകാര്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തത്. എറണാകുളം വൈപ്പിൻ ഗോശ്രീ പാലങ്ങളുടെ പദ്ധതി, തൃശൂർ ഗുരുവായൂർ റെയിൽവേ ലൈൻ, ഏഴിമല നാവിക അക്കാദമി, ദക്ഷിണ വ്യോമസേന കമാൻഡ്, കായംകുളം NTPC താപനിലയം, കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം, കാലടി സംസ്കൃത സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിലും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കാണാം. കൊച്ചിയിൽ കയറ്റുമതി വികസന മേഖല സ്ഥാപിക്കുന്നതിലും ഏഷ്യാഡ് നടന്ന അവസരത്തിൽ കേരളത്തിൽ ദൂരദർശൻ പ്രക്ഷേപണ നിലയം സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ISRO ചാരക്കേസ്. ഇന്ത്യ വികസിപ്പിച്ച ക്രയോജനിക് സാങ്കേതിക വിദ്യ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു ആരോപണം. 1994 ഒക്ടോബർ 8-ാം തീയതി പകൽ 11 മണിയോടെ മാലിക്കാരി യുവതി മറിയം റഷീദ ഇന്ത്യയിൽ താമസിക്കാനുള്ള കാലാവധി നീട്ടിക്കിട്ടാനായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെ ഫോറിനേഴ്സ് സെക്ഷനിൽ ചെന്നതോടെയാണ് വിവാദമായ ISRO ചാരക്കേസ് തുടങ്ങിയത്. ISROയിൽ ക്രയോജനിക് പദ്ധതിയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറായിരുന്ന D ശശികുമാരനെ ഫോൺ ചെയ്തതിന്റെ പേരിൽ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിലെ ഒരു ഇൻസ്പെക്ടർ മറിയം റഷീദയെ ചാരക്കേസിൽ കുടുക്കി. പിന്നാലെ ക്രയോജനിക് സിസ്റ്റംസ് പ്രോജക്ട് ഡയറക്ടർ S നമ്പിനാരായണനും അറസ്റ്റിലായി. ദക്ഷിണ മേഖല IG രമൺ ശ്രീവാസ്തവയുടെ പേരും ചാരക്കേസിൽ ഉൾപ്പെട്ടു പുറത്തുവന്നു. ഇതിനിടെ സമൂഹത്തിന് മുന്നിൽ കരുണാകരൻ ചാരനും രാജ്യദ്രോഹിയുമായി മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനായി ചരട് വലിച്ചത് അത്രയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായിരുന്നു. അക്കൂട്ടത്തിൽ കരുണാകരൻ വളർത്തി വലുതാക്കിയവരും ഉണ്ടായിരുന്നു. 1995 മാർച്ച് 16-ന് കരുണാകരൻ രാജിവെച്ചു. മാർച്ച് 22-ാം തീയതി AK ആന്റണി മുഖ്യമന്ത്രിയായി. കോൺഗ്രസിലെ I ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ആന്റണി പക്ഷം മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കുകയായിരുന്നു ശരിക്കും. ദക്ഷിണ മേഖല IG രമൺ ശ്രീവാസ്തവയെ കൈവിടാൻ കരുണാകരൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കരുണാകരന്റെ ഭാവി തന്നെ മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ കൂടെ നിൽക്കുന്നവരെ ചതിക്കാത്തവനായിരിക്കണം ഒരു നല്ല ലീഡർ എന്ന തിരിച്ചറിവ് കരുണാകരനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി കസേര നഷ്ടമായിട്ടും രമൺ ശ്രീവാസ്തവയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. 2005-ൽ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന പുതിയ പാർട്ടിക്ക് അദ്ദേഹം രൂപം നൽകി. പിന്നീട് ഈ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് കരുണാകരൻ എന്നാക്കി മാറ്റി. 2006-ൽ DIC-K NCP-യിൽ ലയിച്ചു. പിന്നീട് 2007 ഡിസംബർ 31-ാം തീയതി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ DIC-K ലയിച്ചു. 2008 ജനുവരി 1-ന് പുതുവത്സര ദിനത്തിൽ കരുണാകരൻ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി. താൻ പാർട്ടി വിട്ടെങ്കിലും കോൺഗ്രസ് സംസ്കാരം ഉപേക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു അന്ന് കരുണാകരൻ പറഞ്ഞത്. ഒരു കാര്യം തീരുമാനിച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അത് നടപ്പിലാക്കാൻ അദ്ദേഹം ശുഷ്കാന്തി കാണിച്ചിരുന്നു. അതുപോലെ സർക്കാർ നയങ്ങൾ ആത്മാർത്ഥതയോടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വമല്ലാത്ത പിഴവുകൾ ഉണ്ടായാലും അവരെ അങ്ങേയറ്റം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം പ്രിയങ്കരനായി മാറിയത്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് മക്കൾ രാഷ്ട്രീയത്തിൽ എത്തിയത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മകൻ K മുരളീധരൻ MP-യും MLA-യും ഒരു തവണ സംസ്ഥാന മന്ത്രിയുമായി. നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിയാതിരുന്ന മകൾ പത്മജ വേണുഗോപാൽ KTDC-യുടെ ചെയർപേഴ്സണായിരുന്നു. 2010 ഡിസംബർ 23-നാണ് ഒരേയൊരു ലീഡർ കരുണാകരൻ ഈ ലോകത്തോട് വിട പറയുന്നത്. തൻ്റെ 92-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. കേരളം ഭരിച്ച ആജ്ഞാശക്തിയും കരുത്തും ഭരണപാഠവും കാഴ്ചവെച്ച അപൂർവം ഭരണാധികാരികളിൽ ഒരാളായിരുന്നു കരുണാകരൻ എന്ന് എതിരാളികൾ പോലും സമ്മതിക്കും.